മുതൽ എന്നെ മർദ്ദിച്ചു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ മർദ്ദിക്കുകയായിരുന്നു, അസഭ്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം. പരാതി കൊടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഉണ്ണി മുകുന്ദൻ സ്വന്തം മാനേജറെ മർദ്ദിച്ചു, അത്യാവശ്യം നല്ല കിട്ടി എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന വിവരം. ബിബിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇതിന് അടി കിട്ടിയിട്ട് ഇപ്പൊ പരാതിയുമായിട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദന്റെ മേലേക്ക് പല ആൾക്കാർക്കും വളരെയധികം ദേഷ്യമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേഷ്യം എന്നല്ലട്ടാ, ഇതിനു മുമ്പ് തന്നെ ഏതോ ഒരു പെണ്ണ് കേസ് വന്നിട്ട് പണം കൊടുത്ത് ഒതുക്കി എന്നുള്ളൊരു വാർത്ത ഒക്കെ പരക്കുന്നുണ്ട്. എനിക്കത് വലിയ യാഥാർത്ഥ്യം അറിയില്ല, ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ആർക്കെങ്കിലും അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. അതോടെ കിടക്കട്ടെ. ഇപ്പൊ സംഭവിക്കുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല്, ഉണ്ണി മുകുന്ദൻ അടിച്ചു എന്നും അടിച്ചവന് ഉണ്ണി മുകുന്ദൻ മാത്രമല്ല മറ്റുള്ളവർ നേരമ്പല കൊടുക്കാൻ തീരുമാനിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരൊക്കെ? നമ്മുടെ ടൊവിനോ തോമസും പൃഥ്വിരാജും നന്നായിട്ട് കൊടുക്കേണ്ട ഒരുത്തനായിരുന്നു ഇയാന്. അവനിപ്പോ ഉണ്ണി മുകുന്ദന്റെ കയ്യിൽ നിന്നാണ് ഇപ്പൊ അവസാനം കിട്ടിയത്. അവന്റെ ഭാഗ്യം എന്നൊക്കെ ചില ആൾക്കാരും പറയുന്നുണ്ട്. അതായത് അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് കാര്യം എന്നൊക്കെ പറയാം, രണ്ട് വശമുണ്ട് എന്നൊക്കെ പറയാ. അതായത് അവിടെ ശരിയാണെന്നും ശരിയല്ലെന്നും പറയുന്ന പോലെ തന്നെ ഇവൻ അടി കിട്ടിയത് ശരിയാണെന്നും പറയുന്നുണ്ട്, കിട്ടേണ്ടവനാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇവന്റെ കുറച്ച് ന്യായങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. ഞാൻ 6 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറെ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ന് ആക്ച്വലി ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പടങ്ങള് മാർക്കോയ്ക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഹെഡ്സെറ്റ് പരാജയപ്പെട്ടു, പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിൾ മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, പിന്മാറി. അപ്പൊ അതിന്റെയൊക്കെ കുറെ ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇപ്പൊ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടിയില്ല. അതല്ലേ ഇപ്പൊ എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനൊരു പരിധിയുണ്ട്. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ റീസെന്റ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവട്ടം എന്ന് പറഞ്ഞ പടം ഇറങ്ങി. ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടന്റ് ആണ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നതാണ്. 18 വർഷമായിട്ട് ഇൻഡസ്ട്രികളാണ്. ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ PR ചെയ്യുന്നതാണ്. അപ്പം ഈ അടുത്ത് നരിവട്ടം എന്ന് പറഞ്ഞ പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പൊ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പുള്ളി ഞാൻ രാത്രി വിളിച്ചു പറഞ്ഞു. അതായത് നരിവേട്ട എന്ന് പറയുന്ന ടൊവിനോ തോമസിന്റെ പടം, മുൻപ് ടൊവിനോ തോമസിനൊപ്പം കുറച്ചു കാലം നിന്ന ഒരാളാണ് ഇവൻ. എന്തായാലും പിന്നെ ടൊവിനോ തോമസ് പറഞ്ഞു വിട്ടെന്നൊക്കെ കേൾക്കുന്നത്. എന്തായാലും അവിടെ കിടക്ക ഇൻഡസ്ട്രിയുടെ കാര്യമാണ്. നമ്മൾ ഇൻഡസ്ട്രി ഇല്ലാത്തതുകൊണ്ട് അതിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല. എന്തൊക്കെയായാലും ഇവന് ടൊവിനോ തോമസിന്റെ പടം വന്ന സമയത്ത് ആ ടൊവിനോ തോമസിന്റെ ആ പടത്തെ നന്നായിട്ട് പുകഴ്ത്തിക്കൊണ്ട് ഗംഭീര പോസ്റ്റ് ഫേസ്ബുക്കില് ഞാൻ പോസ്റ്റ് വായിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട്. മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു, നമ്മൾ ഓക്കെ പറഞ്ഞു. അല്ല, ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇൻഡസ്ട്രിയിൽ നമുക്ക് പറയാൻ പറ്റായിട്ടുള്ള ഒരുപാട് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പൊ ഇങ്ങനെ അതെ, ഫോണിൽ വിളിച്ചിട്ടാണ്. അതെ, ഇൻഡസ്ട്രിയിൽ പുറത്തു പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാമെന്നാണ് ഇപ്പോ നമ്മുടെ ബിബി എന്ന് പറയുന്ന ആള്. എന്തായാലും ഇയാൾ ആകെ മെനക്കെട്ട് എടുത്തിയ പോസ്റ്റ് എന്ന് പറയുന്നത് അത് ഇങ്ങനെയാണ് കേട്ടോ. സംഗതി ഭയങ്കര രസകരമാണ്. ഞാൻ ഫിലിം പ്രൊമോഷൻ കൺസൾട്ടന്റ് ആണ്. നരിവേട്ട എന്നുള്ള ഒരു സിനിമയ്ക്ക് ഞാൻ പ്രൊമോഷൻ ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് എനിക്കിങ്ങനെ അടി കിട്ടിയത് എന്നാണ് ഇപ്പൊ പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ഉണ്ണി മുകുന്ദന് വേറെ സാധനം വന്നിട്ടുണ്ടോ? മുകുന്ദനെ സപ്പോർട്ട് ചെയ്തിട്ട് വേറെ കുറെ പോസ്റ്റുകൾ കാണാനാണ്. ഞാൻ ഇപ്പൊ ചുമ്മാ ഇപ്പൊ ഫേസ്ബുക്കിലേക്ക് നോക്കിയപ്പോഴാണ് ഇപ്പോ അത് കാണുന്നത്. എന്തൊക്കെയായാലും ഉണ്ണി മുകുന്ദൻ ഇവൻ അതിഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിവന് കിട്ടേണ്ടത് തന്നെയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സംവിധായകൻ ജയൻ വന്നേരി എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുണ്ട്. ഇവനൊരു അടിയുടെ കുറവുണ്ടായിരുന്നു, അത് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് തന്നെ സന്തോഷം. പറയാൻ കാരണം 2021 കഥയാണ്. അന്ന് ഒരു വലിയ ബിഗ് സ്ക്രീനിലേക്ക് ഉണ്ണിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റില് ഉണ്ണിയെ നായകനാക്കാൻ വേണ്ടി ഒരു ബിഗ് ബജറ്റ് പടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംവിധായകൻ വന്നത്രേ. ആ പ്രൊഡ്യൂസർ കന്നഡ സിനിമകളൊക്കെ ചെയ്ത ഒരാളായിരുന്നു പ്രൊഡ്യൂസർ. പക്ഷെ അവർക്ക് ആകെ ഉണ്ടായിരുന്ന തീരുമാനം രശ്മിക മന്ദാന ആയിരിക്കണം നായിക എന്നുള്ളതായിരുന്നു. എന്തായാലും അന്ന് ഈ പറയുന്ന ഈ വിപിന്റെ അടുത്തേക്കാണ് അത്ര ഈ കഥ പറയാൻ വന്നത്. അങ്ങനെ വിപിന്റെ അടുത്ത് കഥ പറയാൻ വന്നു. അന്ന് ബാദുഷ എന്ന് പറയുന്ന ഒരാളൊക്കെ ഏർപ്പെട്ടിട്ട് അങ്ങനെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് അവർക്ക് ഏർപ്പാടുണ്ടായിരുന്നത്. പക്ഷെ ഈ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നീട് ഇതൊരു മുന്നോട്ട് പോകുന്നില്ല. അതായത് ഉണ്ണി വിളിക്കുക, ഉണ്ണി മുകുന്ദനെ അറിയണ്ടേ, മാനേജർ കഥ പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ എന്ത് ചെയ്യണം, ഉണ്ണി മുകുന്ദനോട് ഇങ്ങനത്തെ കഥ വന്നിട്ടുള്ള കാര്യം പറയണം, നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കണം. പക്ഷെ ഉണ്ണിയെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. എല്ലാവരും ഈ മാനേജറെ ബന്ധപ്പെട്ട് ഇയാളാണെന്ന് മുന്നോട്ട് നയിക്കുന്നില്ല. അവസാനം വിളിച്ച് മെനക്കെട്ട് ഈ പ്രൊജക്റ്റ് അവർ ഒഴിവാക്കാൻ തീരുമാനിച്ചില്ല. വേറെ പ്രൊഡ്യൂസറെ കണ്ടെത്തുകയും ആ വഴി കഥ പറയാൻ വേണ്ടി ശ്രമിച്ചു. അത് നേരിട്ട് ഉണ്ണിയോടാണ് അത്ര കഥ പറഞ്ഞത്. അങ്ങനെ നേരിട്ട് ഉണ്ണിയോട് കഥ പറയുന്ന സമയത്ത് പെട്ടെന്ന് ബിബിൻ കയറി വരുന്നു. ബിബിൻ അവിടെ നിൽക്കുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത്
ഈ സിനിമയിൽ, അതായത് ഉണ്ണിയെ വെച്ച് ചെയ്യാനുണ്ടായിരുന്ന ആ ഒരു സിനിമയിൽ ഒരു ഗസ്റ്റ് റോളായിട്ട് നമ്മുടെ ദുൽഖർ സൽമാൻ ഉണ്ടായിരുന്നത്രേ. അപ്പൊ ഉണ്ണി പെട്ടെന്ന് ചോദിച്ചു അത്ര, ഉണ്ണി മൂന്നും ചോദിച്ചു അത്ര, ഈ എന്റെ സിനിമയിൽ അങ്ങനെ ഗസ്റ്റ് റോളിനൊക്കെ അദ്ദേഹം വരുമോ എന്ന് ചോദിച്ച സമയത്ത് പുറകിൽ നിൽക്കുന്ന വിബി എന്ന് പറയുന്ന ഈ ഒരുത്തൻ അതേ ചോദ്യം ചോദിച്ചു. ഇത് ഞാൻ മുന്നേ അവരോട് പറഞ്ഞതാണ്, അതങ്ങനെ സംഭവിക്കുമോ എന്നുള്ള സാധ്യത ഇല്ല എന്നുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞതാ. അപ്പോഴാത്ര ഉണ്ണിമുകുന്ദൻ ഇവരോട് ചോദിക്കുന്നത്, അപ്പൊ നീ ഈ കഥ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നോ എന്ന്. എന്റെ അർത്ഥം എന്താ, എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ബിബിനോട് പറഞ്ഞ ഈ കഥ, അതിനെ പറ്റിയിട്ട് ഒരു ഇൻഫർമേഷനും ഉണ്ണിമുകുന്ദന് കൊടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ ഒരു വന്നേരി എന്ന് പറയുന്ന ജയൻ വന്നേരി എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത്. എന്തൊക്കെയാലും അവസാനം ഈ പരിപാടി ഡ്രോപ്പ് ആക്കേണ്ട അവസ്ഥ വന്നു. അതിലും ഇടപെട്ടത് ഇവനാണെന്ന് പറയുന്നു. ഈ ബിബി എന്ന് പറയുന്ന ഒരുത്തൻ തന്നെയാണ്, ഈ മാനേജർ തന്നെയാണ് ആ പടം ഫ്ലോപ്പ് ആവാൻ, അതായത് ആ പടം ഒരിക്കലും നടക്കാതിരിക്കാനുള്ള കാര്യത്തിൽ ആ രീതിയിലൊക്കെ ഇടപെട്ട് നശിപ്പിച്ചത് ഇവനാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഒരു പോസ്റ്റ് കൂടി ഇതിന് താഴത്ത് എഴുതിയിരിക്കുന്നത് ജൂനിയർ പൃഥ്വി എന്നുള്ള പേരിൽ ഒരുവനാണ്. ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഇതുപോലൊരെണ്ണം ഇവനിട്ട് കൊടുക്കാൻ. പണ്ട് പൃഥ്വിരാജിന്റെ PR മാനേജറായും നടന്നിരുന്നു. എന്നിട്ട് പൃഥ്വിരാജിനെ സ്നേഹിക്കുന്ന, ഒരു ലാഭവും നോക്കാത്ത പൃഥ്വിരാജ് ഫാൻസ് ചെയ്യുന്ന കാര്യങ്ങൾ പോലും സ്വന്തം ക്രെഡിറ്റ് ആക്കി മാറ്റി ഒരു പണിയെടുക്കാതെ സ്വന്തം പോക്കറ്റ് നിറച്ചിരുന്ന ഒരുത്തൻ പിന്നീട് നേരെ ടൊവിനോയിലേക്ക് പോയി. അവിടെ പച്ച പിടിക്കാൻ വന്നപ്പോൾ നേരെ ഉണ്ണിമുകുന്ദനിലേക്കും, പിന്നെ അവിടെ പച്ച പിടിച്ചില്ലെന്ന് മാത്രമേ നല്ല ഇടിയും കിട്ടി. താങ്ക് യു ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ജൂനിയർ പൃഥ്വി എന്ന് പറയുന്ന ഒരുത്തൻ കൂടി പോസ്റ്റ് ചെയ്യുക. ഇതൊക്കെ എന്റെ സൈഡിൽ ഇങ്ങനെ വെക്കാം കേട്ടോ. അതായത് ഉണ്ണിമുകുന്ദൻ ശരിയാണ്, അദ്ദേഹത്തിന്റെ ആയ കാലഘട്ടത്തിൽ അത്യാവശ്യം പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, ഒരു പെണ്ണ് കേസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അദ്ദേഹം വളരെ നൈസായിട്ട് ഊരി പോന്നിട്ടുണ്ട്. ക്ഷിപ്ര ഗോപിയാണ്, നമ്മുടെ പട്ടാള സിനിമക്ക് എടുത്ത് ഏത് ചെങ്ങായിക്ക് രണ്ടറൊക്കെ വെച്ചുകൊടുത്ത് ഒരു മനുഷ്യനും കൂടിയാണ് ഇദ്ദേഹം. എന്തൊക്കെയായാലും ഇപ്പൊ മാനേജർക്ക് ഇട്ട് കൊള്ളാൻ കാരണമായിട്ടുള്ളത് ആ സിനിമയെ പുകഴ്ത്തി എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സിനിമയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് മാനേജർക്ക് ഇട്ട് കൊട്ടുക എന്ന് പറയുന്നത് എനിക്ക് അതത്ര വിശ്വാസമായി തോന്നില്ല. ഞാൻ ഉണ്ണിമുകുന്ദനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഒരു മാനേജർ വേറൊരു സിനിമയെ കുറിച്ച്, കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാൽ മാത്രമേ സിനിമ കിട്ടുള്ളൂ. ഒന്നുകിൽ എനിക്ക് തോന്നുന്ന കാര്യമാണ്, എന്റെ സംശയമാണ്, ഇവന്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ, ഈ മറ്റു സംവിധായകരൊക്കെ പറഞ്ഞ രീതിയിലാണ് ബിബിന്റെ സ്വഭാവമെങ്കിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, ഉണ്ണിമുകുന്ദന് കമ്മിറ്റ് ചെയ്യേണ്ടിയിരുന്ന ബിബിൻ കേട്ട കഥകൾ എന്തു വന്നാലും ബിബിൻ ചിലപ്പോൾ ഉണ്ണിമുകുന്ദനോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇവനോട് പറഞ്ഞ പല കഥകളും, എൻ്റെ മുമ്പിലേക്ക് വരേണ്ട പല കഥകളും ഇവൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ഉണ്ണിമുകുന്ദൻ മറ്റു വഴിയിലൂടെ അറിഞ്ഞിരിക്കാം. അതിന്റെ ഭാഗമായിട്ട് വിളിച്ചിട്ട് രണ്ടറാണ്ട് കൊടുത്തതായിരിക്കാം. ഏത് അല്ലെങ്കിൽ ഇപ്പൊ അടിക്കേണ്ട കാര്യം എന്താണ്, നീ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിയിട്ടൊക്കെ എഴുതലടോ, എൻ്റെ സിനിമയെ പറ്റിയിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള നീ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അപ്പൊ ഉണ്ണിമുകുന്ദന് ആ ഒരു എഴുത്ത് അങ്ങനെ പ്രകോപനം ഉണ്ടാക്കാനുള്ള കാര്യമൊന്നുമില്ല, അത്രയ്ക്ക് വലിയ ഗംഭീര എഴുത്തൊന്നുമല്ല അപ്പൊ ആ ഒരു സിനിമയെ കുറിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഉണ്ണിമുകുന്ദനെ നന്നായിട്ട് ചൂട് പിടിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം ഈ മാനേജർ ചെയ്തിട്ടുണ്ട്. ഈ മറ്റു സംവിധായകർ ഇനി താഴത്തുള്ള ചില കമന്റൊക്കെ നോക്കുമ്പോൾ അവർക്കൊക്കെ രണ്ടെണ്ണം കൊടുക്കാൻ തോന്നിയിരുന്നവനാണ് അത്ര വിപിൻ. അപ്പൊ അത് ഉണ്ണിമുകുന്ദനെ കൊടുത്തു എന്ന സന്തോഷം. അതായത് പൃഥ്വിരാജ് കൊടുക്കാൻ നോക്കിയിരുന്നു, ടൊവിനോയി കൊടുക്കാൻ നോക്കിയിരുന്നു, അവസാനം ഉണ്ണിമുകുന്ദന്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്നർത്ഥം. രണ്ട് വശമുണ്ട്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഇതിലൊരു ഏകദേശ തീരുമാനം കിട്ടും. എന്തായാലും ഉണ്ണിമുകുന്ദനെ സപ്പോർട്ട് ചെയ്തൊരു ഗംഭീര പോസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണാവോ കാര്യം. ബൈ.